അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ചിരിക്കരുതേ. രേണുസുതിയൊക്കെ എന്ത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ്. ഇവന്മാര് ഈ മഹാഭാവി യൂട്യൂബേഴ്സ് ചേച്ചിയെ കൊണ്ട് ഇത്ര അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഇതും പോരാഞ്ഞിട്ട് ഈ പാവപ്പെട്ട സ്ത്രീയായ നമ്മുടെ രേണു ചേച്ചി എടുത്ത് ഇവന്മാര് ചെയ്ത കൊലച്ചതി എന്താണ് നിങ്ങൾ കേൾക്കണം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ ചേച്ചി ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഈ കഞ്ഞൊടിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. എന്റെ അമ്മയാണ്, ഒന്നുമില്ല. ഇവന്മാര് ഈ വീഡിയോ ഇതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങ് പബ്ലിക്കാക്കി. ഇവന്മാർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക, ഇവന്മാർ പബ്ലിക്കായിട്ട് എടുത്ത് അങ്ങ് ഇടുകയാണ്. രേണു ചേച്ചിയുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ചീപ്പായിട്ട് 150 രൂപയ്ക്ക് ചേച്ചി സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ട് ഇവന്മാര് ചെയ്യുന്ന പരിപാടി, എന്ത് പരിപാടിയാണ് ഇവന്മാര് കാണിക്കുന്നത്? അത് മനസ്സിലായി. ഇത് ആദ്യമേ ഈ മറ്റേ രേണുസുതി ചേച്ചി ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ സുധിച്ചേട്ടന്റെ ഫോട്ടോ ഒക്കെ അങ്ങ് മാറ്റിയിട്ട് ഞാനാണ് ഇനി മൊത്തം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കാൻ പോകുന്നതെന്ന് എന്താ ഉറക്കം വരുന്നു പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. എന്നിട്ടാണ് ഉമ്മാർ ഈ പരിപാടി കാണിക്കുന്നത്. ചേച്ചി അതിന് ഭയങ്കര വിഷമത്തോടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? എന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകാൻ പറ്റും. നമുക്ക് ആ ചേച്ചിയുടെ ഒരു വിഷമം നമുക്കൊന്ന് കാണാൻ കഴിച്ചു. ഭയങ്കര മോശം പരിപാടി കേട്ടോ കാണിച്ചവന്മാര്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ ആയിട്ടുണ്ട്, ഒരുപാട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചുരുട്ടി കിടക്കണ്. എങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരോ? ചേച്ചി അങ്ങനല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട്. അവന്മാര് ഈ സ്നേഹിക്കുന്നവരൊന്നും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ചേച്ചി. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷന് ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന, പറയുന്നേ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു, നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ആ അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്ക്. എന്ത് ദുരവസ്ഥയാണ്, എന്ത് ദുരവസ്ഥയാണ്. നമ്മൾ എന്തൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. എങ്ങനെങ്കിലും ആ ക്ലീവേജും വയറും ഒക്കെ ഒന്ന് കാണിച്ച് കുറച്ച് 4 പൈസ എങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അതിന് ഒന്മാര് സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. അതുൽ കലാകാരൻ കൊല്ല സുധിച്ചേട്ടന്റെ ഭാര്യയില്ലയോ, അതിന്റെ ഒരു മാന്യത നിനക്ക് കാണിച്ചു വിടറാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മോശം പരിപാടി എന്ന് പറയാനല്ലാതെ. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാണ് ചേച്ചി എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്? എന്തൊരു കഷ്ടമാടാ. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം പോണം ചേച്ചി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ അവന്മാരെ അങ്ങ് വിടാൻ പാടില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ്. മെറ്റ പോലും വിചാരിച്ച് കാണത്തില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന്. സാധാരണ മെറ്റ ഈ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സാധനമൊക്കെ നല്ല കാര്യങ്ങൾക്ക് എന്തോ അവർ പടച്ചുവിട്ട സാധനമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള അപരാധികളെല്ലാം കൂടെ ഇതൊരു തുണ്ട് സാധനമായിട്ട് അങ്ങ് മാറ്റി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ചേച്ചി പറയാനുള്ള ബാക്കി നോക്കാം ഗൈസ്. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ്. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. അടിച്ചു മാറ്റിയില്ലേ. അതാണ് ചേച്ചിയെ ബാധിക്കത്തില്ലയോ? പിന്നെ ഈ പൈസ കൊടുത്ത് കാണുന്നമായിരുന്നു മണ്ടന്മാരോ. നീമാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ 150 രൂപ മോശമാടാ. വളരെ ചീപ്പായിട്ട് ചേച്ചി സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യാൻ പാടില്ല. പാവം ജീവിച്ചു പോട്ടറാ. ചേച്ചി കേസ് കൊടുക്കണം ചേച്ചി.
നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതിന്റെ ഒരു മാന്യത കാണിക്കടാ. എന്തോരം കണ്ടന്റ് ആണ് നിനക്കൊക്കെ ചേച്ചി എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അതുലും വിവിയൊക്കെ ഇവരെ കൊണ്ടാണ് കഞ്ഞി കുടിച്ചു പോകുന്നത് തന്നെ. എന്നിട്ടും അവന്മാരൊക്കെ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. മോശം കേട്ടോ, വളരെ മോശം. അതെടുക്കാൻ മേലെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇങ്ങനെ ചെയ്യുന്നത് നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പൊ വിവരം പറയാം. അപ്പൊ അതാണ് ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. വേറെ ആരുടെയും ഉമ്മാർക്കൊന്നും വേണ്ട, രേണു ചേച്ചിയുടെ മാത്രം മതിയെന്നേ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ലേ ചേച്ചി. ചേച്ചിയുടെ അത്രയും ഫെയിം ഒന്നും ഈ വലിയ വലിയ സെലിബ്രിറ്റീസിന് ഇല്ല. പറയണ്ടായിരുന്നു. ഈ ചേച്ചിയുടെ അപരാധത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ചേച്ചിയെ ഇങ്ങനെ അപരാധിക്കുന്ന കാണുമ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ഈ പ്രത്യേക ആ ഫാൻ ബേസ് ഭയങ്കര വ്യൂവർഷിപ്പ് കിട്ടും. അതാണ് മനസ്സിലായോ? ചേച്ചിയുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഉമ്മാര് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുത് ചേച്ചി. ഇതിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിക്കണം. ഓക്കെ, ഫുൾ സപ്പോർട്ട്. എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ മെക്കെട്ട് മാത്രം ഒന്നുമില്ലല്ലോ. ഇതെല്ലാം സുധിച്ചേട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അവരിങ്ങനെ ദ്രോഹിക്കാതെ. പാവം ചേച്ചി ആ ഒരു വിഷമം കണ്ടില്ലോ, ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ലീക്ക് ആവുന്നതിന്റെ വിഷമം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ ലീക്കായി പോകുമ്പോ ആർക്കായാലും സഹിക്കാൻ പറ്റൂടാ. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നത്. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കാം. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. ഒറ്റെണ്ണത്തിന് വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിൽ കയറ്റും. നീ കുറെ ഉണ്ടാക്കുന്നേ. തിങ്കളാഴ്ച ഒരു പീഡന കേസോട് നേരിടാൻ തയ്യാറായിട്ടു. I won't spare any of your time. കൊടുക്കണം ചേച്ചി, അത് അത്യാവശ്യമാണ്. ഇത് ഇവന്മാർക്കെതിരെ ഈ പരിപാടി കാണിക്കുന്ന ഇവന്മാർക്കെതിരെ കേസ് കൊടുക്കണം. ഇപ്പൊ എന്താ പറഞ്ഞ? ഉറപ്പായിട്ട് കൊടുക്കണം. അല്ല ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് പരാതിക്കകത്ത് എഴുതുന്നേ? ഞാൻ ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അതിനകത്ത് ക്ലീവേജും വയറും കാണിക്കുന്നുണ്ടായിരുന്നു. ക്ലീവേജും വയറും ലീക്കായി. ഞാൻ ചിരിച്ചു പോയനെ. അന്നേരം അത് എന്തോന്നും പറഞ്ഞ് അത് കേസ് എടുക്കുവോ അവര്? നിങ്ങൾ വെറുതെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സാധനം അല്ലെങ്കിൽ പൈറസി കോപ്പിറൈറ്റ് ആ സാധനം വെച്ചിട്ട് വല്ലതും കൊടുക്കാം. വല്ല വകുപ്പുണ്ടോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചണ്ടിന്ന് എഴുതണ്ട, കുണ്ടീന്നാവാലോ. ഒന്ന് കൊടുത്ത് നോക്ക് കേട്ടോ, ചിലപ്പോൾ എടുക്കുമായിരിക്കും. പോലീസുകാരെയും കൂടെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സാർ, ഇച്ചിരി ഇച്ചിരി ക്ലീവേജ് കാണിച്ചിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ആണ് ഉമ്മാർ എടുത്തോണ്ട് പോകുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അതിന് മനസ്സിലായിക്കോളും. ആണെങ്കിൽ പോലീസുകാർ കൂടി 2 സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ടും കൊടുത്തു കൈക്കൂലി. ഇത് നമുക്ക് ആഞ്ഞടിക്കണം ഇതിനെതിരെ, എന്നാലേ ശരിയാവത്തുള്ളൂ. ആർക്കും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആർക്കും ഈ ഒരു നെറുകേട് ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത് ചേച്ചി. എന്താ എന്റെ ഉദ്ദേശം? ഈ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുന്നത്. ഈ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. തങ്കം സാർ, അവർ തങ്കം. സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെച്ച് നീ കണ്ടോന്ന്. തങ്കപ്പെടാ, ഇത്രയും തങ്കപ്പെട്ട ചേച്ചിയാന്നോടാ നീയൊക്കെ ഇങ്ങനെ അപരാധിക്കുന്നത്. കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. കണ്ടാ പിന്നെ എങ്ങനെ തോന്നും? ഇത്രയും തങ്കപ്പെട്ട ചേച്ചി ആരെങ്കിലും പറ, നീ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെച്ച് നിങ്ങൾ സൂചിച്ചോന്ന് ആരെങ്കിലും പറയൂ? 100%
ഞാൻ യോജിക്കുന്നു. എന്നിട്ട് സത്യം എനിക്ക് ഇവരുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ലീക്കായി പോകുന്നത് അതിന്റെ ഒരു ഇതാണ് കാണുന്നത്. കഷ്ടം, വളരെ മോശം പരിപാടി അവന്മാർ കാണിക്കുന്നത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.